നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ ജോയ് മാത്യു ആണ് ഈ ആഴ്ചയിലെ അതിഥി. സ്വാഗതം. മലയാള സിനിമയിൽ പുരുഷാധിപത്യത്തിനെതിരെ ഒരു വലിയ കലാപം നടക്കുകയാണ്. ആണോ? ഞാൻ ചോദിക്കുകയാണ് താങ്കളോട്. പുരുഷാധിപത്യം എല്ലാ മേഖലകളിലില്ലേ? മലയാള സിനിമയിൽ മാത്രമല്ലല്ലോ, രാഷ്ട്രീയത്തിലില്ലേ? കേരളത്തിലൊരു സ്ത്രീ മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? പത്രപ്രവർത്തക യൂണിയനിലൊരു സ്ത്രീ നേതാവുണ്ടോ? ഏത് ട്രേഡ് യൂണിയനിലാണ് ഒരു സ്ത്രീ നേതാവ്? അതുപോലെ തന്നെ മലയാള സിനിമയിലുള്ളൂ. നേതാക്കന്മാർ ആണുങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഇത് ചോദിക്കാൻ കാരണം ഒരു വനിതാ കൂട്ടായ്മ ഉണ്ടാവുകയും അവർ ശരിയാണ്, പെട്രിയാർക്കി എല്ലാ മേഖലയിലും ഉണ്ട്, അത് ഈ സമൂഹ ഘടനയുടെ ഭാഗം തന്നെയാണ്. അമ്മ മാത്രം അതിൽ നിന്ന് വിഭിന്നമായി നിൽക്കുമെന്നൊന്നും ആരും കരുതുന്നില്ല. പക്ഷേ ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഒരു പ്രതിരോധം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ശരിയായ ദിശയിലുള്ള മുന്നോട്ട് പോക്കാണോ? അല്ല, ഈ സിനിമ മേഖലയിൽ ജോലി ചെയ്യുന്ന വിവിധ മേഖലയിൽപ്പെട്ട സ്ത്രീകൾ ചേർന്നിട്ടുള്ളൊരു സംഘടന, അതാണ് WCC. ആ അർത്ഥത്തിൽ അവർ പലതും അവരുടെ ലക്ഷ്യങ്ങളായിട്ട് കാണുന്നുണ്ടാവും. നമുക്കറിയില്ല, ഞാനതിലുള്ള ആളല്ല. ഇവിടെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു സാഹചര്യം, മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു നടി അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായി. വേറെ ഏത് തൊഴിൽ മേഖലയിൽ അങ്ങനെ ഉണ്ടായാലും ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു ഇടപെടൽ സിനിമാക്കാരുടെ ഭാഗത്ത് നിന്ന്, അവരുടെ കൂട്ടായ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയല്ലേ? സിനിമാക്കാരുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അവർ നടിയായവർ ജോലി ചെയ്യുന്ന അഭിനയം തൊഴിലാക്കിയിട്ടുള്ളവരുടെ സംഘടന അമ്മയാണ്. അമ്മ എന്ന സംഘടന അതിൽ വേണ്ടത്ര ഇടപെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. വളരെ അടുത്ത ദിവസം ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ടടുത്ത ദിവസം, ആക്രമണം ഉണ്ടായ അന്ന് തന്നെ ഇവിടെ പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സിനിമാക്കാർ പങ്കെടുത്തത് ഞാൻ അറിയില്ല, അത് ഞാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പങ്കെടുത്തില്ല, എന്നെ ആരും അറിയിച്ചുമില്ല. പക്ഷേ പിറ്റേ ദിവസം തന്നെ ഞാൻ മെയിൽ അയച്ചു, എല്ലാ അംഗങ്ങൾക്കും ഞാൻ മെയിൽ അയച്ചു, എൻ്റെ നിലപാടും അറിയിച്ചു. നമ്മൾ ആ നടിയോട് കാണിക്കേണ്ട ധാർമ്മികമായ പിന്തുണയും ഇനി അവർക്ക് കേസ് നടത്താൻ ഏറ്റവും നല്ല വക്കീലിനെ തന്നെ ഏർപ്പെടുത്തി കൊടുക്കാനുള്ള കടമയും നമുക്കുണ്ട്. അതിനവർക്ക് സാമ്പത്തിക സഹായമില്ലെങ്കിൽ ആ സാമ്പത്തിക സഹായം നമ്മൾ കൊടുക്കണം. ആ ഫണ്ട് അമ്മയിലുണ്ട്, ഇനി ഇല്ലെങ്കിൽ ആ ഫണ്ട് കണ്ടെത്താൻ നമുക്ക് പുതിയ പ്ലാൻ ആലോചിക്കണം. ഇനി ഇതൊക്കെ നമ്മളെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ ആ ഭരണഘടന തന്നെ മാറ്റാൻ മുൻകൈ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെയിൽ അയച്ചു. പക്ഷേ അതിൻ്റെ ഒഫീഷ്യൽസ് പോയിട്ട് ഒരു മെമ്പർ പോലും റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ളത് എന്നെ ഭയങ്കര നിരാശനാക്കി. അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കി, ഈ സംഘടന അംഗങ്ങൾ പറയുന്നത് കേൾക്കാനുള്ളതല്ല, അവർ പറയുന്നത് അംഗങ്ങൾ കേൾക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു, ഇടവേള ബാബുവിനോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു, ഞാൻ കണ്ട് മെയിൽ അയച്ചിരുന്നല്ലോ, അതിന് മറുപടി ഒന്നും കണ്ടില്ല. ചേട്ടാ മെയിൽ കിട്ടിയിട്ട് ഞാൻ അയക്കാം. എവിടെ അയക്കാം? ഇന്നസെൻ്റ് നമ്പറൊന്നും എൻ്റെ അടുത്തില്ല, ഇന്നസെൻ്റ് ഞാൻ വിളിച്ചിട്ടില്ല, പിന്നെ ആരോട് ഞാൻ ചോദിച്ചിട്ടുമില്ല. അതിൽ പല മെമ്പർമാരോടും ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലൊക്കെ വെച്ച് ഈ കാര്യം സൂചിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അവരോട് ശരിയാണ്, ഞങ്ങൾ നോക്കിക്കോളാം, റെസ്പോണ്ട് ചെയ്തോളാം. അല്ല, ഇപ്പോൾ കേസ് നടത്താൻ വനിതാ കമ്മീഷൻ അടക്കം പരാതി കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് ഈ വനിതാ കൂട്ടായ്മയാണ്. അമ്മ ചെയ്യാത്തത് കൊണ്ടാണല്ലോ വേറൊരു സംഘടന ഉണ്ടാവുകയും ആ സംഘടനയ്ക്ക് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അതായത് അമ്മയെ എന്താണ് അതിൽ നിന്ന് വിലക്കിയതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതിന് ചില ന്യായങ്ങൾ പറയാൻ വേണമെങ്കിൽ, കാരണം ഇതിലുള്ള പല മെമ്പർമാരും പല ക്രൈമിലും പല ഘട്ടങ്ങളിലും അവരറിഞ്ഞോ അറിയാതെയോ പ്രതിയാക്കപ്പെടുകയോ സാക്ഷിയാക്കപ്പെടുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? ഒരുപാട് ഇതേപോലെ തന്നെ പീഡന കേസല്ല ഞാൻ പറയുന്നത്, അടിപിടി കേസുകൾ, ഡ്രഗിൻ്റെ കേസുകൾ, പിന്നെ അപവാദ കേസുകൾ എല്ലാം പെട്ട ആൾക്കാരുണ്ട്. ഇവർക്കൊന്നും വേണ്ടി അമ്മ ഇടപെടാത്തത് കൊണ്ട് തന്നെ ഇത്തരം ഒരു കീഴ്വഴക്കം അമ്മയിൽ ഉണ്ടായിരിക്കില്ല എന്നാണ് തോന്നുന്നു എനിക്ക് ഈ പ്രശ്നത്തിൽ അമ്മ ഇടപെടാതിരിക്കാൻ കാരണം. പക്ഷേ ഇത് അങ്ങനെ ഒരു കേസാണോ? അതിനേക്കാൾ വളരെ ഗൗരവ സ്വഭാവമുള്ള തൊഴിലിടത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു സിനിമയുടെ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വേളയിൽ ആ സിനിമയുടെ ഭാഗമായി അയച്ചു കൊടുത്ത വാഹനത്തിൽ വെച്ച് നേരിട്ടിട്ടുള്ള ഒരു ദുര്യോഗമാണ്. വേറൊരു തൊഴിൽ മേഖലയിലാണെങ്കിൽ അവിടെ ഈ സെക്ഷൽ ഹരാസ്മെന്റിനെ നേരിടാനുള്ള കമ്മിറ്റികളും മറ്റ് നിയമ സംവിധാനങ്ങളും ഉണ്ട്. ഇതൊരു തൊഴിലിടത്തെ പീഡനം തന്നെയാണല്ലോ, അതിനെ ആ നിലയ്ക്ക് കണ്ടാൽ മതിയോ? തൊഴിലിടത്തെ പീഡനം തന്നെയാണിത്. പക്ഷേ എനിക്കറിയില്ല, ഞാനിതിൻ്റെ ഒഫീഷ്യൽ എത്തുകൊണ്ട് തന്നെ ഒരു സാധാരണ മെമ്പർ എന്നുള്ള നിലയ്ക്കും ഒരു പുതുമുഖം എന്നുള്ള നിലയ്ക്കും ഞാൻ ആകെ അമ്മയുടെ 2 മീറ്റിങ്ങിലേ പങ്കെടുത്തിട്ടുള്ളൂ. ഈ പ്രാവശ്യം ഇതിന് മുമ്പത്തെ ഈ ആദ്യത്തെ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമ്മളുടെ ഒരു പ്രസൻസ് ഒന്നും അവിടെ ആവശ്യമില്ല എന്നുള്ളത്. അങ്ങനെ അടുത്ത മീറ്റിങ്ങിന് ഞാൻ പോയില്ല. കഴിഞ്ഞ മീറ്റിങ്ങിന് ഞാൻ പോകാൻ കാരണം ഈ ഒരു പ്രശ്നം അവിടെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പോയത്. പക്ഷേ അതും ഉണ്ടായില്ല, അതോടെ അതിനെ നിരാശപ്പെടുത്തി. ഈ സംഭവം ഉണ്ടായതിനു ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ സംഘടന ഒപ്പം നിൽക്കണം, നിയമസഹായം നൽകണം എന്ന് അഭിപ്രായപ്പെട്ട് കത്തയച്ച താങ്കൾ യോഗം ചേർന്നപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ മിണ്ടാതിരുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു വായനശാലയുടെ ജനറൽ ബോഡി നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടിയില്ല? ചില ഏതോ ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശബ്ദമുയർത്തിയില്ല, നിങ്ങളുടെ വായിൽ
പിണ്ണാക്കായിരുന്നതൊക്കെ. ഇവരൊക്കെ പ്രാകൃത കാലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ നിലപാടുകൾ എപ്പോഴും വ്യത്യസ്തമാണ്. ഹർത്താലിന് ഞാൻ എതിരല്ലേ? അല്ലേ? എൻ്റെ നിലപാട് കണ്ടിട്ടുണ്ടോ? ഹർത്താലിന് ഞാൻ എതിരാണ്. ഇങ്ങനെ പല സമരങ്ങൾക്കും ഞാൻ എതിരാണ്. എൻ്റെ സമര രീതി വേറെയാണ്. അമ്മയിൽ ഒരുപാട് മെമ്പർമാരുണ്ട്, അവരോട് ആരും ഈ ചോദ്യം ചോദിക്കുന്നില്ലല്ലോ. എന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ട്? ഈ വിഷയത്തിൽ ഒരു മുൻകൈ എടുക്കുകയും ഒരു എഴുത്ത് എല്ലാ അംഗങ്ങൾക്കും സംഘടനാപരമായി തന്നെ ഇതിനെ നേരിടണം, നിയമസഹായം കൊടുക്കണം, ആവശ്യമെങ്കിൽ ഒരു അടിയന്തര ജനറൽ ബോഡി വിളിക്കണമെന്നും താങ്കൾ ആവശ്യപ്പെട്ടിരുന്നു. അടിയന്തര ജനറൽ ബോഡി വിളിച്ചില്ല, പക്ഷേ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ജനറൽ ബോഡിയാണിത്. ആ ജനറൽ ബോഡിയിൽ തന്നെ ഞാൻ എൻ്റെ ഒരു അസസ്മെൻറ്റ്, ഞാൻ അവിടെ കയറി നിന്നിട്ട് പ്രസംഗിക്കുകയും അവർക്കെതിരെ പറയുകയും അല്ലെങ്കിൽ ഈ കാര്യം ചർച്ച ചെയ്യപ്പെടുമെന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റപ്പെടുകയും പണ്ട് തിലകനെ പോലെ ഇതേപോലെ ഒറ്റപ്പെടുത്തിയ പോലെ എന്നെ മൂലക്കിലിരുത്തുകയും നിങ്ങളുടെ മാധ്യമക്കാർ അത് ആഘോഷിക്കുകയും പാവം തിലകൻ പട്ടിണി എടുക്കുകയും പിന്നെ അയാളുടെ ഒരു നാടക ട്രൂപ്പ് ഉണ്ടാക്കി. ഇവിടെ ഏത് സംഘടന ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നാടകം കളിക്കാൻ? ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ തന്ത്രമാണ്. പോളിറ്റ് ബ്യൂറോയിൽ VS അച്യുതാനന്ദൻ ഉണ്ടായിരിക്കുമല്ലോ. സോണിയാഗാന്ധിക്കെതിരെ കൈ ഉയർത്തി ഏത് കോൺഗ്രസ്സുകാരെ സംസാരിക്കും? നിങ്ങളത് അതാലോചിക്കാത്തത്. അപ്പോൾ ഇവിടെ ഇത് ടാക്ട്ഫുള്ളാണ്. എൻ്റെ നിലപാടുകൾ എൻ്റെ മാത്രം നിലപാടുകളാണ്. അത് സാധാരണ ഈ വായനശാലയിൽ ജനറൽ ബോഡി പങ്കെടുക്കുന്ന ഒരു അംഗത്തിൻ്റെ നിലപാടല്ല എൻ്റെ നിലപാട്. ഇതേ നിലപാട് മനസ്സിലെങ്കിലുമുള്ള, അത് ഒരു പക്ഷെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം പേര് ഉണ്ടായില്ലേ? യഥാർത്ഥത്തിൽ അവർക്ക് അങ്ങനെ ഒരു വേദി കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കില്ലേ പ്രശ്നം? അല്ല, എൻ്റെ ഒരു കണക്കൂട്ടൽ ധാരാളം പേര് പോയിട്ട് 2 പേര് പോലും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അയച്ച 200ഓളം മെയിൽ അയച്ചിട്ട് ഒരു മെയിലിന് മറുപടിയൊക്കെ ഉണ്ട്. ഫുൾ ടൈം വാട്സപ്പും ഫേസ്ബുക്കും മെയിലും ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും. ഞാൻ മലയാളത്തിലാണ് എഴുതിയത്. ഇനി ഇംഗ്ലീഷിൽ എഴുതിയിട്ട് മനസ്സിലാവാതെ പോകണ്ടെന്ന് വിചാരിച്ച് മലയാളത്തിൽ തന്നെ ഞാൻ കുത്തിപ്പിടിച്ചിട്ട് എഴുതിയത്. എന്നിട്ട് പോലും ഒരാൾ റെസ്പോണ്ട് ചെയ്തില്ല. മാത്രമല്ല ഞാൻ ഈ കാര്യം ചില നടന്മാരോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. നമുക്ക് റെസ്പോണ്ട് ചെയ്യണം. ആരും റെസ്പോണ്ട് ചെയ്തില്ല. മാത്രവുമല്ല, ഗണേശനെ പോലുള്ള ഒരാൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അയച്ച കത്ത് എനിക്കും അയക്കുക. എന്നിട്ട് എന്നോട് ഫോൺ ചെയ്ത് പറയുന്നു, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഈ കക്ഷിനെ, പക്ഷേ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, എങ്ങനെയൊക്കെ മാറുന്നു മറിയുന്നു എന്നൊക്കെ ഉള്ളത്. എന്നോട് പറയുകയാണ്, ചേട്ടൻ ഇതിലിടപെടണം, ചേട്ടൻ ഇടപെട്ട് സംസാരിക്കണം, ചേട്ടന് മാത്രമേ പറ്റുള്ളൂ. അപ്പം ഞാൻ തിന്നുന്നതും ചോറാണല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇദ്ദേഹം എന്ത് നിലപാടെടുക്കും? ഇദ്ദേഹം വൈസ് പ്രസിഡൻ്റാണ്. ഇദ്ദേഹം അവിടെ നിന്ന് പറയുന്നു, ഈ സംഘടന നമ്മൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും, ഒറ്റക്കെട്ടായി മുന്നോട്ട്, അമ്മയുടെ മക്കളാണല്ലോ എന്നൊക്കെ പറയും. ഞാൻ അന്തം വിട്ടുപോയി. സത്യം, ഞാൻ ഇങ്ങനത്തെ ഒരു സംഘടനയിൽ ആദ്യമാണ്. ഇങ്ങനെയുണ്ട് ഒരു മറുകണ്ഠം ചാടല് മാത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ ടാക്ട്ഫുള്ളായി നിന്നേ പറ്റൂ. ഇവിടെയാണ് നമ്മൾ തന്ത്രം, ഇവിടെയാണ് നമ്മൾ അടവ്. ഇത് സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അവരൊക്കെ ആക്രോശിക്കും, നിങ്ങളെന്തുകൊണ്ട് മിണ്ടിയില്ല, നിങ്ങളവിടെ ഒച്ചയുണ്ടാക്കിയില്ല. എൻ്റെ ലൈൻ വേറെയാണ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ് എൻ്റെ ലൈൻ. പൊതുസമൂഹത്തിനാകെ ഉണ്ടായ അഭിപ്രായം ഇരയ്ക്കൊപ്പമല്ല ഈ സംഘടന എന്നുള്ളതാണ്. ഇത് ആണധികാരികളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന വിമർശനം അങ്ങേയറ്റം ശക്തമായി ഉന്നയിക്കപ്പെട്ടു. പണത്തിന് വേണ്ടിയുള്ള ആണുങ്ങളുടെ കൂട്ടായ്മ എന്ന NS മാധവൻ ഇതിനെ വിമർശിക്കുകയുണ്ടായി. സത്യമല്ലേ ഇതൊക്കെ? അല്ല, ഇതിലൊരു കാര്യം, ഇതൊക്കെ ആലോചിക്കേണ്ടത്, ഇതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല. സാമ്പത്തികമായ ഡിസ്ക്രിമിനേഷൻ, വേർതിരിവുകളുള്ളൊരു സംഘടനയാണത്. എന്ന് വെച്ചാൽ ഒരു സൂപ്പർ സ്റ്റാറിന് കിട്ടുന്ന പ്രതിഫലമല്ല മറ്റൊരു നടന് കിട്ടുക. ആ നടന് കിട്ടുന്നതിലും വളരെ കുറഞ്ഞ എമൗണ്ടാണ് വേറൊരാൾക്ക് കിട്ടുക, അതിലും കുറഞ്ഞ എമൗണ്ടാണ് വേറൊരാൾക്ക് കിട്ടുക. എന്നാൽ ഈ ആൾക്കാരൊക്കെ കൂടെ ചേർന്ന് ഇരിക്കുന്ന ഒരു സംഘടനയിൽ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഒരു ഗസ്റ്റഡ് ഓഫീസർ അസോസിയേഷനും ഒരു ക്ലാസ് 4 ജീവനക്കാരുടെയും ഓർഗനൈസേഷൻ, ഈ രണ്ടിലെയും അംഗങ്ങൾ ഒരു യോഗത്തിൽ ഒരു സംഘടനയിൽ ഇരുന്നാൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണിത്. അതുകൊണ്ട് തന്നെ പലരും പലരെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ സിനിമയുടെ കീഴ്വഴക്കം തന്നെ. എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാൻ ആരെയും ആശ്രയിച്ച് നിന്നിട്ടില്ല ഇതുവരെ. പക്ഷേ എനിക്ക് തോന്നുന്നത് അയാളെന്ത് വിചാരിക്കും, ഇയാളെന്ത് വിചാരിക്കും, മാത്രമല്ല പലർക്കും പല ചാര ഉപഗ്രഹങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങളിതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഡെമോക്രസി പ്രതീക്ഷിക്കരുത്. എന്ന് വെച്ചാൽ ഒരാൾ എഴുന്നേറ്റ് ഒരാളോട് ചോദ്യം ചോദിക്കാനുള്ള റൈറ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഡെമോക്രസിയെ പറ്റിയിട്ടുള്ള റൈറ്റ്, ആ സംഘടനയ്ക്ക് ഡെമോക്രസിയെ പറ്റിയിട്ടുള്ള അറിവ്, സംഘടന ഡെമോക്രസി എന്താണെന്ന് അറിയണം, അംഗങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഇല്ലാത്തൊരു സംഘടനയിൽ ആരെണീറ്റ് എന്ത് പറയാം? ഇവിടെ ഇപ്പോൾ അമ്മയുടെ അധികാര ഘടനയോ അല്ലെങ്കിൽ അതിൻ്റെ അധികാര സ്ഥാനത്തിരിക്കുന്ന ആരെയെങ്കിലുമോ ചോദ്യം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ശരി, ഈ പറയുന്നത് പോലെ നമ്മളത് പ്രതീക്ഷിക്കരുത്. ഇത് പക്ഷേ കൂട്ടത്തിലുള്ള ഒരു സഹപ്രവർത്തകർക്ക് ഒരു ക്രൂരമായ അതിക്രമം നേരിട്ടു, അതിനോട് പ്രതികരിക്കാനും അതിന് നിയമസഹായം നൽകാനും വിശേഷിച്ച് വല്ലാതെ ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ലല്ലോ. ഒരു കാര്യമില്ല, എനിക്കത് മനസ്സിലാവാത്തത്. അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ടതല്ലേ? ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുക. നമ്മൾ ഫാമിലിയിലാണ് സംഭവിക്കുന്ന ആലോചിച്ചോ? ആ രീതിയിൽ എടുക്കണമെന്ന് ഞാനതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഒരു സംഘടന എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും കൈനീട്ടം കൊടുക്കുന്നതും ഈ കെട്ടിപ്പിടിക്കുന്നതും ഒന്നും അല്ലെങ്കിൽ സ്നേഹിക്കുന്നതല്ല. ഒരാൾക്ക്, ഒരു അംഗത്തിന് ഒരു ആപത്ത് വന്നാൽ, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ കൂടെ നിൽക്കുന്ന, എന്നോടൊപ്പം ഒരു സംഘടനയുണ്ട് എന്ന് തോന്നിക്കണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമ്മൾ കൂടെ നിന്നേ പറ്റൂ.
എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് പറഞ്ഞാൽ മനസ്സിലാവാത്തവരോട് ഞാൻ എന്ത് പറയാനാ? ഇത്തരം കാര്യങ്ങളൊന്നും പരിചയമില്ല, ഇത്തരം ചോദ്യങ്ങൾ നേരിട്ട് പരിചയമില്ല, ഇതൊന്നും ശീലമല്ല, അതാണോ പ്രശ്നം? അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ഇന്നസെൻ്റ് തന്നെ MP ആണ്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും MP ആയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ഇപ്പോഴും സിനിമയിൽ തന്നെയെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം വായെന്ന് വരിക, പിന്നെ പിറ്റേ ദിവസം മാപ്പ് പറയേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും അബദ്ധം പറഞ്ഞു. കാരണം ഇങ്ങനെ പൊളിറ്റിക്കൽ അല്ലാത്തത് കൊണ്ടാണത്. അതായത് ഇവരെയൊക്കെ സ്ഥാനാർത്ഥികളായി നിർത്തുന്ന പാർട്ടിയുടെ ഒരു പ്രശ്നമാണത്. ഇന്നസെൻറ്റിൻ്റെ ജനസ്വാധീനവും ജനങ്ങളായിട്ടുള്ള അവരുടെ അംഗീകാരമൊക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു MP, ഇപ്പം അദ്ദേഹം തന്നെ ഞാൻ കണ്ടു ഇന്നലെ TV-യിൽ പറയുന്നുണ്ട്, ഞാൻ പാർലമെൻറ്റിൽ പോയിട്ട് ഞാനൊന്നും മിണ്ടൊന്നുമില്ല, ഞാനെന്തിനാ മിണ്ടുന്നത്, ഞാനിങ്ങനെ തലയിൽ പറയുന്ന മാതിരി ഇരിക്കും, മിണ്ടാനൊക്കെ രാജേഷ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് പബ്ലിക് കേൾക്കുമ്പോൾ നമ്മൾ ഒരാളെ പറഞ്ഞേക്കുകയാണ് MP ആയിട്ട്. അവിടെ അദ്ദേഹം നമ്മുടെ കാര്യമല്ലേ പറയേണ്ടത്? ഇത് നേരം പോക്കിന് പോകുമല്ലോ, നേരം പോക്കിന് സിനിമയുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പത്രസമ്മേളനത്തിലും തമാശയുടെ കാലം കഴിഞ്ഞു. പത്രസമ്മേളനത്തിൽ തമാശയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. അല്ലേ, നമ്മളും ഇതിലൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ പത്രക്കാർക്ക് അത്തരം തമാശകൾ വേണ്ട. പത്രക്കാർക്ക് വേണ്ടത് ഫാക്ട്സാണ്. ആ ഫാക്ട്സ് കൊടുക്കാൻ പറ്റണം ഔദ്യോഗിക ഭാരവാഹികൾക്ക്, ഇന്നസെൻറ്റിനല്ല, അവിടെയുള്ള ആർക്കും. അതുകൊണ്ടാണ് അത് സ്കാറ്റേഡായി പോയതും ഒരു വ്യക്തമായ ഒരു ദിശാബോധമില്ലാതെ പറയേണ്ട കാര്യങ്ങൾ പറയാൻ പറ്റാതായി പോയത്. അമ്മയുടെ യോഗം കഴിഞ്ഞിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ക്ഷുഭിതരായത് 3 പേരാണ്. ഇന്നസെന്റ്, മുകേഷ്, ഗണേഷ്. ഈ 3 പേരും ജനപ്രതിനിധികളുമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ക്ഷോഭം ഉണ്ടാക്കേണ്ട എന്തെങ്കിലും കാര്യം അവിടെ ഉണ്ടായിരുന്നോ, അതോ നീ വ്യാജമായി ഉണ്ടായ ഒരു ക്ഷോഭമാണോ? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ പറഞ്ഞില്ല, ഇവരിപ്പോഴും സിനിമയിൽ നിന്ന് മാറിയിട്ടില്ല. ഇവർ ജനപ്രതിനിധികളാണെന്നുള്ള ഒരു ചിന്തയിലല്ല അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ അമ്മയുടെ വക്താക്കളാണെന്നുള്ള രീതിയിലാണ്. അറ്റ് ദ സെയിം ടൈം ഇവർ ജനപ്രതിനിധികൾ കൂടിയാണ് എന്ന ചിന്ത വരെ വിട്ടുപോയി. ആ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പറയാമായിരുന്നു, ഓരോരുത്തരും ഓരോ ചോദ്യം ചോദിക്കൂ, ഞങ്ങൾ മറുപടി പറയാം. ഒട്ടും പൊളിറ്റിക്കലായിട്ട് സംസാരിക്കാനോ ഇടപെടാനോ കഴിയാത്ത ആളുകൾ പൊളിറ്റിക്സിൽ വന്ന് ജനപ്രതിനിധികളായി എന്നുള്ളതൊരു ദുര്യോഗമല്ലേ? ഭയങ്കര ദുര്യോഗം. അത് ഭയങ്കര ദുര്യോഗം. കാരണം രാഷ്ട്രീയ പാരമ്പര്യം മാത്രം പോരാ, രാഷ്ട്രീയ ചിന്താഗതി കൂടി വേണം. അപ്പോൾ നമ്മളെ അപ്പനപ്പൂപ്പന്മാർ ആരെങ്കിലും പാർട്ടിക്കാരാണോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനിയാണോ എന്നുള്ളതല്ല ഒരാളെ പൊളിറ്റിക്കലാക്കുന്നത്. അയാൾക്ക് താൻ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ, സൊസൈറ്റിയിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനും പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയപരമായിട്ട് അതിന് മറുപടി പറയാനും അതിന് മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റണം. അല്ലാതെ ഇപ്പോൾ തന്നെ അതൊക്കെ നമ്മളുടെ, എനിക്ക് തോന്നുന്നത് ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ള ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് നമുക്ക് സ്ഥാനാർത്ഥികൾ കിട്ടണം, ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ കിട്ടണം. അത് അവരുടെ ജാതി, അവിടെ മെജോറിറ്റിയുള്ള ജാതിയുടെ ആൾ തന്നെ ആവണം, അല്ലേ? അല്ലെങ്കിൽ ഇന്നസെൻറ്റിന് മലപ്പുറത്ത് നിൽക്കാമല്ലോ, ഇരിങ്ങാലക്കൂടെ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർന്ന് വരുന്ന ഒരാളെ തിരഞ്ഞെടുക്കുന്നത് വരുമ്പോൾ തന്നെ ആ പൊളിറ്റിക്സിൻ്റെ ജീർണത വന്നു. എന്തുകൊണ്ടാണ് അമ്മയിലൊരു വനിതാ ഭാരവാഹി ഇല്ലാത്തത്? ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട ഭാരവാഹിത്വങ്ങൾ ഇല്ലാത്തതെന്ന് ഇന്നസെൻറ്റോട് ചോദിച്ചപ്പം മിടുക്കികളായ ആളുകൾ വരണ്ടേ, അല്ലാതെ ഇപ്പോൾ സംവരണത്തിൻ്റെ പേരിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനുള്ള പദവിയാണോ ഇത് എന്ന് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ കാണേണ്ട ഒന്നാണോ ഇത്? പക്ഷേ ഒരു സ്ത്രീയുടെ പേര് പോലും വേറൊരു സ്ത്രീ എഴുന്നേറ്റ്, അങ്ങനെയല്ലേ ഡെമോക്രസിയിൽ ജനാധിപത്യ ക്രമം എന്ന് പറഞ്ഞാൽ, ഞാനൊരാളെ പേര് പറയുന്നു, വേറൊരാൾ സെക്കൻഡ് ചെയ്യുന്നു, അത് വേറെ ഒരാൾ അതേ സ്ഥാനത്തിന് വരുമ്പോൾ നമ്മൾ ഇലക്ഷൻ വെക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലാത്തത് കൊണ്ട് ഇത് വർഷാവർഷം കൂടുന്ന ഒരു മീറ്റിംഗ് എന്നതിനപ്പുറം ഇത്തരം സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാത്ത പ്രശ്നമാണ്. സ്ത്രീകളെ ഇതിനകത്തൊക്കെ കമ്മിറ്റിയിലൊക്കെ വെച്ചാൽ അവർ മീറ്റിങ്ങിൽ പോലും പങ്കെടുക്കില്ല എന്നുള്ളതാണ് ഇന്നസെന്റിന്റെ ന്യായം. ഒരിക്കലും കൊക്കു പരമേശ്വരൻ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് 2 ടേമായിട്ട് അതിലുണ്ടല്ലോ, അവരെല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കുന്ന ആളാണ്. കൊക്കു മാത്രമല്ല, KPSC ലളിതേച്ചിയൊക്കെ ഉണ്ട്. ഇപ്പോൾ അമ്മയുടെ ജനറൽ ബോഡി കഴിഞ്ഞതിന് ശേഷം വാർത്താ സമ്മേളനം നടന്നു. അതിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും ഇരുന്നു. എന്തിനാണ് എല്ലാവരും ഇരുന്നതെന്ന് അറിയില്ല. താങ്കൾ ഈ പറഞ്ഞ കുക്കു പരമേശ്വരന് പക്ഷേ അവിടെ ഇരിക്കാനൊരു സീറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ, അവരൊരു എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലേ? അത് അവിടെ എത്ര സീറ്റുണ്ട് അത്ര സീറ്റിൽ ആൾ പോയാൽ മതി എന്നുള്ള എൻ്റെ അഭിപ്രായം, അല്ലാത്തവരോട് പോകേണ്ട കാര്യമില്ലല്ലോ. അല്ല, ആ തരത്തിലാണ് ഇതിലെ വനിതാ പ്രാതിനിധ്യം എന്നുള്ളതാണ് ഞാൻ വിമർശനാത്മകമായി ചൂണ്ടിക്കാണിക്കുന്നത്. പറഞ്ഞ വനിതാ പ്രാതിനിധ്യം വളരെ കുറവാണ്. ഔദ്യോഗിക ഭാരവാഹികളിൽ വനിതാ പ്രാതിനിധ്യം വളരെ കുറവാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് നിലപാടുകൾ ഇല്ലാത്തത് കൊണ്ടല്ല. അവർക്ക് നിലപാടുകളില്ലെങ്കിൽ പിന്നെ ഈ വിമൻ ഇൻ കളക്റ്റീവ് രൂപം കൊള്ളുക തന്നെ ഇല്ലല്ലോ. അങ്ങനെ ഒരു കളക്റ്റീവ് രൂപം കൊണ്ടിട്ടുണ്ട്, അവരവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അത് അവർക്ക് നിലപാടുകൾ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ആ നിലപാട് പറയാൻ അമ്മ എന്ന സംഘടനയിൽ സ്പേസ് ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ പറയേണ്ടി വരും. കാരണം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ആ ജനറൽ ബോഡിയിൽ ഈ വിമൻ കളക്റ്റീവിലുള്ള 2-3 അംഗങ്ങളുണ്ടായിരുന്നല്ലോ. അവിടെ രമ്യ നമ്പീശ് ഉണ്ടായിരുന്നു, ഗീതു മോഹൻദാസ് ഉണ്ടായിരുന്നു, റീമ കല്ലിങ്കൽ ഉണ്ടായിരുന്നു. ഇവർക്ക് 3 ആൾക്കും അതിൽ ഗീതു മോഹൻദാസ് അവതരിപ്പിച്ചു ഇങ്ങനൊരു
വിമൻസ് കളക്റ്റീവ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് അഗെയിൻസ്റ്റ് അമ്മ എന്നാണ് അവിടെ പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് അഗെയിൻസ്റ്റ് അമ്മ. അതിലെ ഒരു മെമ്പറായിട്ടുള്ള ഒരു അഭിനേത്രി ഒരു അഭിമുഖത്തിൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതേക്കുറിച്ച് അമ്മയുടെ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് പറഞ്ഞത് മോശമായിട്ടുള്ള സ്ത്രീകൾ അങ്ങനെ കിടക്ക പങ്കിടുന്നതൊക്കെ ഉണ്ടാകും, അല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെയാണോ അതിന് പ്രതികരിക്കേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇന്നസെൻ്റ് ചേട്ടൻ ഇപ്പോഴും തമാശയാണ് മൊത്തം. അങ്ങനെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തല്ലോ. അപ്പോൾ MP ആണെന്നുള്ളത് പോലും അദ്ദേഹം തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വായെന്നറിയാതെ വീണുപോയത്. കാരണം കെയർഫുള്ളായിട്ട് പറയേണ്ട പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ വാക്കുകൾ പോലും സൂക്ഷിച്ച് ഉപയോഗിച്ചേ പറ്റൂ. ഇപ്പം എന്നെ ഇവിടെ ഒരാൾ വെല്ലുവിളിച്ചു, ഒരു സംവിധായകൻ. എനിക്ക് അവിടെ ജനറൽ ബോഡിയിൽ സംസാരിക്കാത്തത് എനിക്ക് ആണത്തം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ആണത്തം എന്ന വാക്ക് ചിന്തിക്കുന്നത് തന്നെ സ്ത്രീവിരുദ്ധതയാണ്. അയാളുടെ തലച്ചോറിൽ സ്ത്രീയുടെ മേൽ ആക്രമിക്കാനും ബലം പ്രയോഗിക്കാനും ഉള്ള ഒരാൾ വേണം, ഒരാണ് വേണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആണത്തം എന്നുള്ള വാക്ക്. ഞാൻ ആണത്തം എന്നുള്ള വാക്കിന് അശേഷം വിലയിൽപ്പിക്കാത്ത ആളാണ്. എൻ്റെ വാക്ക് മനുഷ്യത്വം എന്നാണ്. എനിക്ക് ആണും പെണ്ണും സമമാണ്. എനിക്ക് ആണുങ്ങളുള്ള പോലെ തന്നെ അതിലധികം സുഹൃത്തുക്കൾ പെണ്ണുങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ആണത്തം എന്ന് പറയുന്നത് തന്നെ സ്ത്രീവിരുദ്ധതയാണ്. അതിപ്പോൾ അറിയാതെ പറഞ്ഞു പോയി എന്നുള്ളതിനപ്പുറത്ത് മനസ്സിലുള്ള കാര്യം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വെളിയിലേക്ക് വരുന്നു എന്നുള്ളതല്ലേ? ഒരു അതായിരിക്കാം, മനസ്സിലുള്ളതല്ലാതെ വേറൊന്നും പുറത്തേക്ക് വരില്ല. പഴയ കാലത്ത് മലയാള സിനിമയിൽ വയറ്റപ്പിഴപ്പിന് വേണ്ടി വന്നിട്ടുള്ള ഒരുപാട് നടികളുണ്ട്, മറ്റു ഭാഷകളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. KPS ലളിതയുടെ ആത്മകഥ വായിച്ചാൽ അറിയാം, അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലും ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, അതിനൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം വിശപ്പടക്കം സിനിമയിൽ വന്നതാണ്. അല്ലാണ്ട് ഒരു ആർട്ടിസ്റ്റായിട്ട് എൻ്റെ അഭിനയം അല്ലെങ്കിൽ ആസ് ആൻ ആർട്ടിസ്റ്റ് ഐ വാണ്ട് ടു എക്സ്പ്രസ് മൈസെൽഫ് എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ വരുന്ന മാതിരി വന്നതൊന്നുമല്ല. ഇപ്പോഴത്തെ കുട്ടികൾ, പുതിയ തലമുറയത്തെ കുട്ടികൾ, അഭിനയിക്കാൻ വരുന്ന കുട്ടികൾ തൻ്റെ ഇടയുള്ള കുട്ടികളാണ്. അവർ ഒറ്റയ്ക്ക് സെറ്റിൽ വരുന്ന കുട്ടികളാണ്, അല്ലാതെ പരിവാരങ്ങളോടൊപ്പം വരുന്ന ആൾക്കാരൊന്നുമല്ല. കാരണം ദേ ആർ ബോൾഡ്, അവർ ബോൾഡാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടം മാറിയത് ഇന്നച്ചിന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായിരിക്കും പ്രശ്നം. അതെ, പാർവതി എന്ന നടി പറയുന്നു സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുക എന്നുള്ളത് ഒരു റൈറ്റായി, ഒരു അവകാശമായി, ഒരു പ്രിവിലേജായി എടുക്കുന്ന ആളുകളുണ്ട് മലയാള സിനിമയിൽ. അങ്ങനെ ഉണ്ട് എന്നുള്ളതൊരു പ്രശ്നമാണ്. അത് ഈ പുതുതലമുറ നടിമാർ ചൂണ്ടിക്കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവയെക്കുറിച്ചൊക്കെ ഒരു ചർച്ച ഈ സിനിമാ മേഖലയിൽ വേണ്ടതല്ലേ? ഇപ്പോൾ അമ്മയായാലും മറ്റ് സംഘടനകളിലായാലും. അല്ല, അങ്ങനെ ഞാൻ പറയട്ടെ, ഒരു സംഘടന വാർഷിക ജനറൽ ബോഡി മാത്രം കൂടുന്ന ഒരു സംഘടനയായി പരിമിതപ്പെടുമ്പോൾ ഇത്തരം ചർച്ചകൾക്ക് സ്പേസ് ഇല്ല. നേരെ മറിച്ച് നിങ്ങൾ ഇടയ്ക്ക് വല്ല സെമിനാർ വെക്കുന്നു, ചെയ്യാവുന്നതാണ് ഇതൊക്കെ, അല്ലേ? സിനിമയിലെ സ്ത്രീകളുടെ പ്രസക്തി, അല്ലെങ്കിൽ സ്ത്രീകളുടെ അവസ്ഥ, അല്ലെങ്കിൽ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ, ഇതൊന്നും ഇതിലില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് അൾട്ടിമേറ്റ്ലി ഡെമോക്രാറ്റിക് അല്ല. ഡെമോക്രാറ്റിക് ആകുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ ചിന്തകൾ വരുള്ളൂ. എന്തായാലും ആക്രമിക്കപ്പെട്ട നടിക്ക് നിയമസഹായം കൊടുക്കുകയോ അടിയന്തര ജനറൽ ബോഡി ചേർന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ചെയ്ത ഒരു കാര്യം, ഈ വിഷയം വീണ്ടും വീണ്ടും മാധ്യമ ചർച്ചകളിലേക്ക് വന്നപ്പോൾ ആ നടിയുടെ പേര് വലിച്ചിഴക്കാനും അവരെ ആക്ഷേപിക്കുന്ന വിധത്തിൽ സംസാരിക്കാനും അമ്മ എന്ന സംഘടനയിലെ ആളുകൾ ഉണ്ടായി എന്നുള്ളതാണ്. അത് ഓരോ വ്യക്തികളുടെ പ്രശ്നമായിരിക്കും. പക്ഷേ സംഘടന യോഗം ചേരുമ്പോൾ ഇനി ഇത്തരം പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ഉള്ള നടപടികളിലേക്ക് പോയ ആളുകൾക്കെതിരെ താക്കീത്, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം, ഇതൊക്കെ സാധാരണ സംഘടനകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ഒരു പ്രമേയം മതിയായിരുന്നു, ഒരു പ്രമേയം. അപ്പം തലേ ദിവസം എക്സിക്യൂട്ടീവ് കൂടി എന്ന് പറയുന്നു. ഈ എക്സിക്യൂട്ടീവിൽ തീരുമാനിച്ച കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചാണല്ലോ നമ്മളെ ജനറൽ ബോഡിയിൽ അറിയിക്കുക. അതിന് ചടങ്ങുകളൊക്കെ ഉണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇന്ന കാര്യങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുന്ന ഒരു ഏർപ്പാട് പോലും അവിടെ ഇല്ല. അപ്പോൾ ഇവരെന്ത് തീരുമാനിച്ചു എന്ന് അറിയില്ല. അപ്പോൾ ഞാനയച്ച കത്ത് കാര്യങ്ങൾ എന്തായി, അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞു, അതിനപ്പുറമൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ ബഹളം ഉണ്ടാക്കുക എന്നുള്ളത്, നമ്മൾ ഈ റെയിൽ റെക്കോ എന്നൊക്കെ പറഞ്ഞ സമരത്തിന് നേരെ മുമ്പ് പോയി പരശുരാമൻ്റെ മുമ്പ് പോയി നിൽക്കുന്ന മാതിരി, അങ്ങനെയല്ല. റെയിൽ റെക്കോ സമരം നടത്തുമ്പോൾ ആദ്യം റെയിൽവേനെ അറിയിക്കും, ഞങ്ങൾ ഇത്രാം തീയതി ഇത്ര മണിക്ക് ട്രെയിൻ തടയുന്നു, അല്ലെങ്കിൽ നെഞ്ചത്ത് കൂടെ വണ്ടി ഓടിക്കൂലേ. അപ്പോൾ അതുപോലെ ഞാനിത് അറിയിച്ചത് അതുകൊണ്ടാണ് ഞാനൊരു റെയിൽ റെക്കോ സമരം നടത്തിയത്. അല്ലാണ്ട് അവർ കയറി നിന്നിട്ട് എൻ്റെ നെഞ്ചിൽ കൂടെ വണ്ടി ഓടിച്ചു എന്നുള്ള ആർക്കും അതിനുള്ള അവസരം ഉണ്ടാക്കാൻ കൊടുക്കാൻ താല്പര്യമില്ല. അല്ല, മുൻകൂട്ടി അറിയിച്ചാലും ട്രെയിൻ ഒരു പക്ഷേ നെഞ്ചിൽ കൂടി പാഞ്ഞു കയറാം. അതിന് ഞാൻ ബോംബ് കരുതിയുണ്ട്. ഇതിപ്പോൾ താങ്കളുടെ പ്രശ്നം എന്നുള്ള നിലയിലല്ല, സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ധാരാളം ആളുകളുണ്ട്, ഫിലിം മേക്കേഴ്സ് ഉണ്ട്. പക്ഷേ അവരുടെ ഫിലിമുകളൊക്കെ അപ്രഖ്യാപിതമായ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വിലക്കുകൾ നേരിടുന്നു അല്ലെങ്കിൽ ബഹിഷ്കരണം നേരിടുന്നു എന്ന പ്രശ്നം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കറക്റ്റാണ്, അപ്രഖ്യാപിതമായിട്ട് പലതും നടക്കും. ഇത് പ്രഖ്യാപിക്കണമെന്നൊന്നുമില്ല. ഇപ്പം തന്നെ വിനയനെതിരെയുള്ള
വിലക്ക് പിൻവലിച്ചു എന്ന് പറഞ്ഞു. വിനയനെതിരെയുള്ള വിലക്ക് പിൻവലിച്ചു, വിനയൻ്റെ സിനിമയിൽ അഭിനയിക്കാമെന്ന് അവിടെ പറഞ്ഞു. അത് വിനയനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് വിനയൻ കേസ് കൊടുത്ത് വിധി സമ്പാദിച്ച് അമ്മയിൽ തന്നെ 2 അംഗങ്ങൾ ഫൈനടയ്ക്കാൻ വേണ്ടി വിധി വന്നു അല്ലേ. പിന്നെ FKയുടെ ജനറൽ സെക്രട്ടറി ഫൈനടയ്ക്കാൻ ഇത് വന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു കലാകാരനെയും വിലക്കാൻ ഇവിടെ ഒരു സംഘടനയ്ക്കും അധികാരമില്ല. പിന്നെ ഇനി വിലക്ക് മേടിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല ശരിയാണ്, വിലക്കിയാൽ കോമ്പറ്റീഷൻ കമ്മീഷനിലൊക്കെ പോയി വിനയനെ പോലെ നഷ്ടപരിഹാരമൊക്കെ സമ്പാദിക്കാം. പക്ഷേ വളരെ സൈലന്റ് ആയിട്ട് അങ്ങ് ബഹിഷ്കരിച്ചാലോ? അതാണ് സംഭവിക്കാൻ സാധ്യത എൻ്റെ കാര്യത്തിലും. ഈ ജനറൽ ബോഡി കഴിഞ്ഞതിന് ശേഷം താങ്കൾ അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. അഭിനേതാക്കളുടെ സംഘടനയാണ് അമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാധാരണ ജനങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ആരെങ്കിലും സിനിമാ മേഖലയിൽ നിന്ന് ഇങ്ങനെയൊന്നും പറയേണ്ട പണി കിട്ടും എന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ അങ്ങനെ ചില സൂചനകൾ എനിക്ക് കിട്ടി. പക്ഷെ അവർക്കറിയാം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു പരാമർശം, മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുഖ്യമന്ത്രി പറയുന്നതാണ് വിശ്വാസം എന്നാണ്. യഥാർത്ഥത്തിൽ താങ്കൾ ഉദ്ദേശിച്ചത് എന്താണ്? ഒരു കമൻറ്റ് നടത്തുന്നതിൽ നിന്ന് പതുക്കെ ഒന്ന് ഒഴിവാവുക എന്നത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ? അല്ല, അതിന് പൊളിറ്റിക്കൽ മീനിങ് ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ എഴുതുന്നതിനൊക്കെ പൊളിറ്റിക്സ് ഉണ്ട്, അതിലും പൊളിറ്റിക്സ് ഉണ്ട്. മുഖ്യമന്ത്രി പക്ഷേ ഈ സംഭവം നടന്ന അടുത്ത ദിവസങ്ങളിൽ 4-മത്തെയോ 5-മത്തെയോ ദിവസം പറഞ്ഞതിന് ശേഷവും അന്വേഷണം മുന്നോട്ട് പോയുമല്ലോ. മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ അങ്ങനെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും കൂടുതൽ ആഴങ്ങളിലേക്ക് എത്തുകയും ഒരു ഗൂഢാലോചന ആംഗിൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുമോ? മുഖ്യമന്ത്രിയുടെ ഒരു പാസിംഗ് കമന്റ് ആയിരിക്കൂടെ അത്? അങ്ങനെ ഒരു പാസിംഗ് കമൻറ്റ് ചെയ്യേണ്ട കാര്യമാണോ ഇത്? അല്ല, പാസിംഗ് കമൻറ്റുകൾ വേറെയും ചെയ്യാലോ. ഇപ്പോൾ ഒരു മന്ത്രിക്ക് വന്ന ഒരു ഫോൺ കോൾ, ഒരു ചാനലിൽ നിന്ന് വിളിച്ച് ഫോൺ കോൾ വന്നു, മന്ത്രി ആരോപിതനായി, അപ്പം തന്നെ മന്ത്രി രാജിവെച്ചു, പിറ്റേ ദിവസം തന്നെ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഉത്തരവിട്ടു, വിത്തൗട്ട് എനി ഡിലേ അല്ലേ. ഈ വിഷയത്തിൽ അതിൽ ഗൂഢാലോചന ഇല്ല എന്ന് ഒറ്റ വാക്കിൽ പറയുമ്പോൾ അതിന് ഒരു മീനിങ് ഉണ്ടെന്ന് ഞാൻ കാണുന്നു. പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ പഠിച്ചിട്ട് പറയാമെന്ന് പറയുന്ന ആളാണ് അല്ലേ. പല കാര്യങ്ങളും പഠിച്ചിട്ട് പറയാം, പരിശോധിച്ചിട്ട് പറയാം എന്ന് പറയുന്ന മുഖ്യമന്ത്രി പൊടുന്നനെ ഇങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ നമ്മളും ഞെട്ടി. ഇപ്പോൾ ലിംഗം മുറിച്ച സ്വാമിയുടെ പ്രശ്നത്തിലും ആദ്യത്തെ റിയാക്ഷനായിട്ട് വളരെ ഹാപ്പി ആയിരുന്നു അല്ലേ. മുറിക്കുന്ന സ്ത്രീകൾ സ്ത്രീ ശക്തി ഉണർന്നെണീറ്റതാണ് മേഴ്സിക്കുട്ടിയമ്മയെ പറ്റി പറഞ്ഞത്. ഇപ്പോൾ സ്വാമി പറയുന്നത് ഞാൻ തന്നെ മുറിച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ അറിയാതെ പ്രതികരിക്കുന്നത് ഇന്നസെൻ്റ് ചെയ്യുന്ന ഇത്തരം തമാശകൾ പോലെ തന്നെ ആണ്. തുറന്ന് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് സിനിമയിലുള്ള അവസരങ്ങൾ കുറയ്ക്കും എന്ന് ഭയപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഈ സിനിമയെ എൻ്റെ അവസാനത്തെ ആശുപത്രിയായിട്ട് കണ്ടിട്ടില്ല. സിനിമയിൽ ഞാൻ വന്നു പെട്ടതാണ് ശരിക്കും. എത്രയോ കാലത്തിന് ശേഷം ഞാനൊരു സിനിമ സംവിധാനം ചെയ്തു. ആ സിനിമ ജനങ്ങൾക്ക് ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞാൻ അഭിനയത്തിലേക്ക് വന്നു. എൻ്റെ അഭിനയം ആൾക്കാർക്ക് ഇഷ്ടമായി. അങ്ങനെ ഞാനൊരു 4 വർഷത്തിനിടയ്ക്ക് കുറേ വ്യത്യസ്തമായ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചു. തുടർന്ന് നിൽക്കും ഞാൻ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലകളിലുണ്ടാവും. തൊഴിലെടുത്ത് ജീവിക്കാൻ എനിക്കൊരു മടിയില്ല. എനിക്ക് പല തൊഴിലുകളും അറിയാം. അതുകൊണ്ട് തന്നെ സിനിമാ രംഗത്ത് അവസരം നഷ്ടപ്പെടുന്നുള്ള പേടിയേ എനിക്കില്ല. സ്മാരകശിലകൾ തൂക്കി വിറ്റിട്ടുള്ള ആളാണ് താങ്കൾ. അങ്ങനെ കലഹിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഈ ചട്ടക്കൂടിനകത്ത് നിൽക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടലില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാൻ പിന്നെ കവിത എഴുതിക്കോളാം. എന്നാലും കുറച്ചൊന്ന് ഡിപ്ലോമാറ്റിക് ആകേണ്ടി വരുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ഡിപ്ലോമാറ്റിക് ആവാറില്ല. അത് എൻ്റെ സഹപ്രവർത്തകർക്കൊക്കെ അറിയാം. അയാൾ അങ്ങനെയൊക്കെയാണ്. എനിക്കങ്ങനെ ആ ഡിപ്ലോമസി എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇത് ജോൺ അബ്രഹാമൊക്കെ ആയിട്ടുള്ള സഹവാസവും എൻ്റെ ജീവിതവും എൻ്റെ അലച്ചിലുകളും ഒക്കെ ആയിരിക്കും. പക്ഷേ പങ്ക്ച്വാലിറ്റി വേണമെന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. അത് ഈ സിനിമയിൽ നിൽക്കണമെങ്കിൽ അത് വേണം. നമ്മളെന്ത് അരാജകവാദം ജീവിച്ചാലും കൃത്യസമയത്ത് ലൊക്കേഷനിലെത്തുക, കൃത്യസമയത്ത് ജോലി ചെയ്യുക, ഉറക്കൊഴിഞ്ഞ് ജോലി ചെയ്യുക, അതൊക്കെ പാലിക്കണമെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ വേണം. അയാൾ അങ്ങനെയൊക്കെയാണ് എന്ന ഒരു ആനുകൂല്യം സഹപ്രവർത്തകർ അനുവദിച്ച് തരാറുണ്ടോ? തരാറുണ്ട്. ഈവൻ മമ്മൂക്ക അവരെ അനുവദിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നതിൽ ഒരു ഭയം താങ്കളെ സംബന്ധിച്ചില്ലാത്തത്? ഒരു ഭയവുമില്ല. കാരണം അവർക്കൊക്കെ എന്നെ അറിയാം. അവർക്കൊക്കെ അറിയാമെന്ന് മാത്രമല്ല, അവർ അത് അങ്ങേയറ്റം ആസ്വദിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. എന്നെ ഏത് സെറ്റിൽ പോകുമ്പോൾ കാണുമ്പോഴും ഈവൻ ലൈറ്റ് ബോയ് മുതൽ അതിലെനിക്ക് നടൻ വരെ പറയും, സാറേ എഴുതി വായിച്ചിട്ടോ, സൂപ്പറാണ്. അല്ല, രാഷ്ട്രീയമായ വിമർശനങ്ങളെ സ്വാഭാവികമായും അങ്ങനെ കാണുമായിരിക്കും, സാമൂഹികമായ കാര്യങ്ങളെയും. ഇപ്പോഴാണ് സിനിമയ്ക്കകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. അതും ആ നിലയ്ക്ക് ആസ്വദിക്കപ്പെടുമോ? അതെനിക്ക് സംശയമുണ്ട്. കാരണം ആസ്വദിച്ചാൽ അവർ നോട്ടപ്പുള്ളികളാവുമോ എന്ന് അവർക്കെന്നെ പേടിയുണ്ടാവും. അതുകൊണ്ട് അത് കുറവാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ
സംബന്ധിയായ ഇപ്പം എൻ്റെ 2-3 ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വന്നില്ലേ, ആകെ എന്നോട് റിയാക്ട് ചെയ്തത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, 2 ആളാണ്. ആൾക്കാരെ പേര് ഞാൻ പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. 2 ആളാണ്. ബാക്കി 300-400 മെമ്പേഴ്സ് ഉണ്ട്. അല്ല, റിയാക്ഷൻ പോസിറ്റീവ് ആയിരുന്നോ നെഗറ്റീവ് ആയിരുന്നോ? വെരി പോസിറ്റീവ്, വെരി പോസിറ്റീവ്. അപ്പോൾ അതാണ് ധൈര്യം. ഒരാൾ മതി, ഒറ്റയാൾ മതി, ഒരാൾ മതി. നമുക്ക് 10,000 ആൾ എതിർത്ത് നിന്നാൽ ഒരൊറ്റ ആൾ മതി കൂടെ. ആ ഒരാൾ വേണം. അതിനൊക്കെയുള്ള പരിമിതമായ ജനാധിപത്യമെങ്കിലും നമ്മുടെ സിനിമ സ്പേസിൽ ഉണ്ട്. തീർച്ചയായും. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ താങ്കൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.